രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടത് 11 കോടി ജനങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ചത്, കൊല ചെയ്യപ്പെട്ടത് 3,70,00,000 ജനങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അവരുടെ ആവശ്യമില്ല. എന്തിനായിരുന്നു ആ യുദ്ധം? അത് സമ്പൂർണമായും അതൊരു കബളിപ്പിക്കൽ യുദ്ധമാണ്. 1ഉം 2ഉം മഹായുദ്ധങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധം ഒരു കബളിപ്പിക്കലാണ്, രണ്ടാം ലോക മഹായുദ്ധവും കബളിപ്പിക്കലാണ്. കബളിപ്പിക്കൽ മാത്രമാണ്. മനുഷ്യരാശിക്ക് ധാർമ്മികമായ മുന്നേറ്റത്തിന് ഒരു ചെറിയ ഒരു ഉപപാഠ പുസ്തകത്തിൻ്റെ ഒരു പേജിൽ കൊടുക്കുന്ന ഒരു വിജ്ഞാനം പോലും, ഒരു സന്ദേശം, ഒരു ധാർമ്മിക മെസ്സേജ് പോലും നൽകാൻ കഴിയാത്തതാണ് 2 ലോകമഹായുദ്ധങ്ങളും. ഒരു യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടത് 3,70,00,000. മറ്റൊരു യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടത് 11 കോടിയാണ്. എന്നിട്ട് ഒരു പാഠഭാഗത്തിൻ്റെ ഒരു 5 വടി പാഠപുസ്തകത്തിൽ കൊടുക്കുന്ന ഒരു ചെറിയ മെസ്സേജ് ഉണ്ടല്ലോ, കാക്ക കുളിച്ചാൽ കൊക്കാകില്ല പോലത്തെ, അതിലൊക്കെയുള്ള ധാർമ്മിക അധ്യാപനങ്ങളിലെ ഒരു അരശകലം വിജ്ഞാനം പോലും മാനവരാശിക്ക് നൽകാൻ കഴിയാത്ത, മെസ്സേജ് നൽകാൻ കഴിയാത്തതാണ് 1-2 മഹായുദ്ധങ്ങൾ. എന്തിനാണത് നടത്തത്? കബളിപ്പിക്കൽ മാത്രം. എല്ലാ സ്വഭാവത്തിൻ്റെയും സ്കെയിലാണ് മുഹമ്മദ് മുസ്തഫ. സ്വഭാവത്തിനൊരു സ്കെയിലാവുക, അതിനപ്പുറം സ്വഭാവത്തിന് ഇല്ല. അവിടുത്തെ ദേഷ്യം എന്നത് ദേഷ്യത്തിൻ്റെ സ്വഭാവമാണ്. അവിടുന്ന് ദേഷ്യപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. അവിടെ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ മനുഷ്യനാവില്ല. അപൂർവമായി ഒരാളെ അവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒഴിവാക്കൽ അവിടുത്തെ സ്വഭാവമാണ്. മനുഷ്യൻ അവിടെ ആ സ്വഭാവം നന്മയാണ്. അപൂർവത്തിൻ്റെ അപൂർവത്തിൽ അപൂർവം, പക്ഷെ അതും അതിൻ്റെ പാരമ്യതയാണ്. അവിടെ ഒരാളെ ഒഴിവാക്കാതിരിക്കുക എന്നത് മനുഷ്യൻ്റെ വ്യക്തിപരവും ഭൗതികവുമായ താല്പര്യത്തിന് മേലെ ആകൂ. അങ്ങനത്തെ ഒരു കാര്യം അവിടത്തേക്കില്ല. അവിടുന്ന് എന്ത് ചെയ്തു? മക്കാരിമൽ അഖ്ലാഖ്, സ്വൽസ്വഭാവത്തിൻ്റെ മഹോന്നത ഭാവങ്ങളെ പൂർത്തീകരിക്കാൻ എന്നെ നിയോഗിക്കപ്പെട്ടു. അങ്ങനെ പറഞ്ഞു. ബുഅസ്തു, എന്നെ നിയോഗിക്കപ്പെട്ടു. ലിഉതമ്മിമ, ഞാൻ പൂർത്തീകരിക്കാൻ വേണ്ടി. എന്തിനെ? മക്കാരിമൽ അഖ്ലാഖി, സൽസ്വഭാവങ്ങളുടെ ഏറ്റവും മഹോന്നത ഭാവങ്ങൾ. സൽസ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ സൽസ്വഭാവം, ഉന്നതങ്ങളിൽ ഉന്നതമായ സൽസ്വഭാവം. ആ സൽസ്വഭാവത്തിൻ്റെ മഹോന്നത ഭാവങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി എന്നെ നിയോഗിക്കപ്പെട്ടു എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ഉന്നതമായ സ്വഭാവം മനുഷ്യ സമൂഹത്തിൽ, അതിനെ മേലെ സ്വഭാവം കാണിച്ച ഒരാൾ ഇല്ല. ചിന്തിക്ക്. ഏറ്റവും ഉന്നതമായ വിജയം വരിച്ചപ്പോൾ ഏറ്റവും സാധുവിനെ പോലെ ജീവിക്കുക. ആരുമില്ലാത്ത സന്ദർഭത്തിൽ അത് കഴിവാണ്. അത് ചെറിയ കഴിവല്ല, വലിയ കഴിവാണ്. ഒരു ഫക്കീറിനെ പോലെ ജീവിക്കുക. എപ്പോഴാണ് ജീവിക്കുന്നത്? ഫക്കീറിനെ പോലെ ആയത് നിൽക്കുന്നത് എപ്പോഴാണ്? ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ലോകത്തെ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡം മുഴുവനും അവിടുത്തെ കാൽ കീഴിൽ അമരുന്ന നേരത്തും സാധുവായ മനുഷ്യനായി ജീവിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഴുവൻ മറക്കാത്തവർ വീട്ടിൽ താമസിക്കുക, മരിക്കുന്നത് വരെ. ആ വീട്ടിലിരുന്നാൽ ആകാശത്തെ നക്ഷത്രങ്ങൾ കാണും. എന്തുകൊണ്ട്? മേൽക്കൂരല്ലേ, ഈത്തപ്പനയുടെ പട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വെച്ചിട്ടുണ്ട്. അത്ര തന്നെ അതന്നെ അവിടുത്തെ വീട്. ആ വീട്ടിൽ കിടന്നാണ് മരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിൽ കിടന്നാണ് ഹബീബാ നബി വഫാത്തായത്. അന്ന് അറേബ്യൻ ഭൂഖണ്ഡം മുഴുവനും ഈ മഹാന്റെ കയ്യിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറിയ സംഗതിയല്ലേ, അതൊരു ഭയങ്കരല്ലേ. ഒന്ന്. ഇനി രണ്ടാമത്തതോ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സൈന്യാധിപൻ്റെ ധൈര്യം ഉണ്ടാവുക. 10,000-കണക്കിന് സൈന്യങ്ങൾ കൂടെയുള്ള അതിൻ്റെ നടുവിൽ നിൽക്കുന്ന സൈന്യാധിപൻ്റെ ധൈര്യമാണ് ഒറ്റക്ക് നിൽക്കുമ്പോൾ. അതെന്തൊരു കഴിവാ, അതൊരു കഴിവല്ലേ, അങ്ങനത്തെ അതൊരു സംഭവമല്ലേ, അതൊരു കഴിവല്ലേ, ഭയങ്കരല്ലേ. 10,000-കണക്കിന് ആളുകൾക്ക് നേതാവായി നിൽക്കുമ്പോൾ ഫക്കീറിനെ പോലെ നിൽക്കുക.
ഒറ്റക്ക് നിൽക്കുമ്പോൾ 10,000-കണക്കായ സൈന്യം തന്നെ സംരക്ഷിക്കുന്ന സൈന്യാധിപൻ നിൽക്കുമ്പോൾ നിൽക്കുക. അതിനൊരു കഴിവ്, അതെത്രയാണ് കഴിവ്? അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ അന്തിപ്പട്ടിന് കിടക്കുമ്പോഴും കയ്യിലുള്ളതൊക്കെ ദാനം ചെയ്യുക. എന്നിട്ട് എല്ലാം നിറച്ച് കഴിച്ച ആളെ പോലെ അവർക്കിടയിൽ നിൽക്കുക. ഒരു ദിവസമല്ല, എന്നും അങ്ങനെ തന്നെയാണ്. ഫക്കീറിൻ്റെയും മിസ്കീൻ്റെയും വിരിപ്പിൽ കിടക്കുക, നിലത്തിരിക്കുക, കസേരയിലിരിക്കാതിരിക്കുക, നിലത്താണ് ഇരിക്കുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നിലത്താണ് ഇരിക്കുക. നിലത്തിന് മുണ്ട് വിരിച്ചാൽ അവിടെ ഇരിക്കും. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുണ്ട് അവിടെ ഇരിക്കും. ഒരു അതിഥി വന്നാലോ ആ അതിഥി ആരാണെങ്കിലും തൻ്റെ ഏറ്റവും ഒന്നുമില്ലെങ്കിലും തൻ്റെ ഏറ്റവും വലിയ മേൽവസ്ത്രം വിരിച്ചിട്ട് അതിലാണ് ഇരുത്ത്. അത് അതിഥി വന്നാൽ അങ്ങനെയാണ് ഇരുത്തുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസം പോലും ഇല്ല. അങ്ങനെ വിരിക്കും, എന്നിട്ട് അവിടെ ഇരുത്തും. തൻ്റെ വിരിപ്പിൻ്റെ മേലെ ഇരിക്കും. അതാണ് പുണ്യ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു കഴിവ്, അതൊരു വല്ലാത്തൊരു കഴിവാണ്. കഴിവ് മനുഷ്യലോകം അങ്ങനെ ഒരു ആളെ കണ്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ സ്കെയിലാണ്, എല്ലാ സൽസ്വഭാവത്തിൻ്റെയും സ്കെയിലാണ് ഹബീബായ റസൂലുള്ളാഹി. അതെന്താണ്? എനിക്കെല്ലാം അടിസ്ഥാന കാരണം എന്താണത്? അചഞ്ചലമായ വിശ്വാസമാണത്. ഭയങ്കര വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം. എല്ലാവരും യുദ്ധക്കളത്തിലാകുമ്പോൾ റസൂൽ ദിക്റിലായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വേള ആളുകൾ യുദ്ധക്കളം വിട്ടോടുന്നതെങ്കിൽ നബി യുദ്ധക്കളത്തിലെത്തും. അതെങ്ങനെയാണ് ആ കഴിവ്? അതെന്താണ് ആ കഴിവ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും യുദ്ധക്കളത്തിലാവുമ്പോൾ റസൂൽ ദിക്റിലായിരിക്കും. അങ്ങനെ സുജൂദിൽ ദുആ ചെയ്യായിരിക്കും. സ്ഥിരം ബദറടക്കം എല്ലായിടത്തും അങ്ങനെയാണ്. യുദ്ധക്കളത്തിലൊരു ചെറിയ പരിഭ്രാന്തി ഉണ്ടായി ആളുകൾ പിന്തിരിഞ്ഞോടുന്നു എന്ന് കണ്ടാൽ യുദ്ധക്കളത്തിൻ്റെ നടുവിൽ, പിന്നെ ജനം കാണുമ്പോൾ യുദ്ധക്കളത്തിൻ്റെ നടുവിൽ ആരുമില്ലാതെ നബിയായിരിക്കും. ശത്രുക്കൾ 10,000 വളഞ്ഞേക്കുമ്പോഴും നബി യുദ്ധക്കളത്തിലെത്തും. അതെന്ത് കഴിവാണ്? അതൊരു കഴിവല്ലേ? അതാർക്കാ കഴിയുക? അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരമാവധി യുദ്ധത്തെ ഒഴിവാക്കും. പരമാവധി 400-ൽ താഴെ ആളുകളാണ് 23 കൊല്ലത്തെ യുദ്ധത്തിനിടയിൽ മരണപ്പെട്ടത്. 400-ൽ താഴെ ആളുകൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടത് 11 കോടി ജനങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ചത്, കൊല ചെയ്യപ്പെട്ടത് 3,70,00,000 ജനങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അവരുടെ ആവശ്യമില്ല. എന്തിനായിരുന്നു ആ യുദ്ധം? അത് സമ്പൂർണമായും അതൊരു കബളിപ്പിക്കൽ യുദ്ധമാണ്. 1ഉം 2ഉം മഹായുദ്ധങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധം ഒരു കബളിപ്പിക്കലാണ്, രണ്ടാം ലോക മഹായുദ്ധവും കബളിപ്പിക്കലാണ്. കബളിപ്പിക്കൽ മാത്രമാണ്. മനുഷ്യരാശിക്ക് ധാർമ്മികമായ മുന്നേറ്റത്തിന് ഒരു ചെറിയ ഒരു ഉപപാഠപുസ്തകത്തിൻ്റെ ഒരു പേജിൽ കൊടുക്കുന്ന ഒരു വിജ്ഞാനം പോലും, ഒരു സന്ദേശം, ഒരു ധാർമ്മിക മെസ്സേജ് പോലും നൽകാൻ കഴിയാത്തതാണ് 2 ലോക മഹായുദ്ധങ്ങളും. ഒരു യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടത് 3,70,00,000. മറ്റൊരു യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടത് 11 കോടിയാണ്. എന്നിട്ട് ഒരു പാഠഭാഗത്തിൻ്റെ ഒരു 5 വടി പാഠപുസ്തകത്തിൽ കൊടുക്കുന്ന ഒരു ചെറിയ മെസ്സേജ് ഉണ്ടല്ലോ, കാക്ക കുളിച്ചാൽ കൊക്കാകില്ല പോലത്തെ, അതിലൊക്കെയുള്ള ധാർമ്മിക അധ്യാപനങ്ങളിലെ ഒരു അരശകലം വിജ്ഞാനം പോലും മാനവരാശിക്ക് നൽകാൻ കഴിയാത്ത, മെസ്സേജ് നൽകാൻ കഴിയാത്തതാണ് 1-2 മഹായുദ്ധങ്ങൾ. എന്തിനാണത് നടത്തത്? കബളിപ്പിക്കൽ മാത്രം. ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രമാണെന്ന് വരുത്തി തീർക്കൽ മാത്രമായിരുന്നു അതിൻ്റെ പിന്നിലുള്ള താല്പര്യം. അതെന്താ അതിൻ്റെ മെസ്സേജ്? എന്താണ് അതുകൊണ്ട് കിട്ടിയത്? 3,70,00,000 പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരില്ലാതെ. അതുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 11 കോടി സ്ത്രീകൾക്ക് ഭർത്താവില്ലാതെ. അതാണ് അതിൻ്റെ ലാഭം. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ജർമ്മനിയിലെ വീടുകൾക്ക് മുന്നിൽ
എഴുതി വെച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഒരു രാത്രിക്കെങ്കിലും ഒരു ഭർത്താവിനെ, ഒരു പുരുഷനെ കിട്ടാനുണ്ടെങ്കിൽ പണം നൽകാം. മനുഷ്യൻ എഴുതി വെച്ചത് ചരിത്രം. പിന്നെയും താല്പര്യങ്ങളുണ്ടായിരുന്നു, ട്രേഡ് യൂണിയനുകൾ വരുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം. വനിതകൾ വലിയ വലിയ ജോലികളിൽ ഏർപ്പെടുന്നത് 1-2 മഹായുദ്ധങ്ങളോട് കൂടിയാണ്. 20ാം നൂറ്റാണ്ടില്ല, അതിനു മുമ്പില്ല. അതിന് മുമ്പ് ലോകത്തെ സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം 1ാം ലോക മഹായുദ്ധം വരെയും സ്ത്രീകൾ ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്തിട്ടില്ല. ലോക ചരിത്രത്തിലില്ല. ഇതിൻ്റെ പിന്നിൽ താല്പര്യങ്ങളുണ്ട്. നല്ല ഉഷാറിലിരിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. വളരെ ചിന്തിക്കണം. ഇതിന് താല്പര്യങ്ങളുണ്ട്. മനസ്സിലായില്ല? 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടെ വ്യാവസായിക വിപ്ലവം പൊടി പിടിച്ചു. 18-19 നൂറ്റാണ്ടുകൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലങ്ങളാണ്. അതാണ് വ്യാവസായിക വിപ്ലവം. വ്യാവസായിക വിപ്ലവം വന്നപ്പോൾ ഉൽപ്പന്നങ്ങൾ അധികരിച്ചപ്പോൾ വിറ്റഴിക്കാൻ വിപണികൾ വേണ്ടി വന്നു. വിപണികളില്ലാതെയായി. അപ്പോൾ 1-2 മഹായുദ്ധങ്ങൾ വന്നു. അപ്പോൾ വിപണികളുണ്ടായി. എങ്ങനെ വിപണികളുണ്ടായത് പറഞ്ഞുതരാം. നല്ല തല കൊടുത്ത് ചിന്തിക്കണം. ലോകത്തെ അനവധി രാജ്യങ്ങളിൽ 1-2 ലോകമഹായുദ്ധങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? കച്ചവട താല്പര്യം. 18-19 നൂറ്റാണ്ടുകളിൽ വന്ന വ്യാവസായിക വിപ്ലവത്തിൽ ഉൽപ്പന്നങ്ങൾ അധികരിച്ചു. ഉൽപ്പന്നങ്ങൾ അധികരിച്ചപ്പോൾ വന്ന പ്രശ്നങ്ങൾ എന്താണ്? ഉൽപ്പന്നങ്ങൾ മാർക്കറ്റുകളിൽ കെട്ടിക്കിടന്നു, ഗോഡൌണുകളിൽ. ആവശ്യക്കാരില്ലാതെയായി. ആവശ്യക്കാരില്ലാതെയായപ്പോൾ ആവശ്യക്കാരെ ഉണ്ടാക്കേണ്ടി വന്നു. അതിന് എല്ലാ രംഗങ്ങളിലേക്കും സ്ത്രീകളെ പുറത്തിറക്കി. ലോകത്ത് 20ാം നൂറ്റാണ്ടിലാണ് സ്ത്രീകളുടെ തൊഴിൽ സാർവത്രികമാണ്. ഇതിൻ്റെ പിന്നിലൊരു ചതിയാണ്. ഇപ്പം ലോകത്ത് ചരിത്രാതീത കാലം മുതലേ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. പുരുഷന്മാർ പുറം പണികൾ ചെയ്യും, സമ്പത്ത് കൊണ്ടുവരും, വീട്ടിലെല്ലാവരും സന്തോഷമായി കഴിക്കും, ജീവിക്കും. വീണ്ടും പുരുഷന്മാർ നേരം വെളുത്താൽ പോകും, തൊഴിൽ ചെയ്യും, പണം കൊണ്ടുവരും. അങ്ങനെ മാനുഷ സമൂഹത്തിൻ്റെ സുഗമമായൊരു നടത്തിപ്പ് അങ്ങനെയാണ്. അതാണ് മനുഷ്യൻ്റെ സിസ്റ്റം. അങ്ങനെയാണ്. 2 തരം ജോലികളാണുള്ളത് മനുഷ്യർക്ക്. പുറത്തും ജോലിയുണ്ട്, അകത്തും ജോലിയുണ്ട്. പുറം ജോലികൾ പണസമ്പാദനം പുറം ജോലികളിൽ നിന്നുണ്ടാവും. അകം ജോലികളിൽ നിന്ന് പുറത്തെ വീടിൻ്റെ ശുദ്ധീകരണം, മക്കളെ വളർത്തൽ, വീടുമായി ബന്ധപ്പെട്ട മറ്റു മരാമത്തുകൾ, ഇതാണ് അകം ജോലികൾ. ഈ അകം ജോലികൾ സ്ത്രീകൾ ചെയ്യും, പുറം ജോലികൾ പുരുഷന്മാർ ചെയ്യും. അതുകൊണ്ടുള്ള 2 കാര്യങ്ങൾ എന്താ? എപ്പോഴും കുടുംബത്തിന് പുറത്തുള്ള ആളുകളോടുള്ള ബന്ധം സ്ത്രീകൾക്കാവില്ല, പുരുഷന്മാർക്കായിരിക്കും. സ്ത്രീകൾക്ക് കുടുംബത്തോട് മാത്രമായിരിക്കും ബന്ധം ഉണ്ടാവുക. അപ്പോൾ ഒരു സ്ത്രീയുടെ പരമാവധി ലോകത്തിൻ്റെ അവസാനം എന്താണ്? ആ സ്ത്രീയുടെ പുരുഷനും അവരുടെ കുടുംബവും കുടുംബബന്ധവും ഇത് മാത്രം. അത് വൃത്തിയായി നടന്നു പോകും. പിന്നെ വീട്ടിൽ പശു ഉണ്ടാവും, ആടുണ്ടാവും. അതിനൊക്കെ അമേരിക്കയിലും ആഫ്രിക്കയിലും ലണ്ടനിലും പിന്നെ ഇന്ത്യയിലും ലോകത്തുള്ള എല്ലാ നാട്ടിലും അവർ പെണ്ണുങ്ങൾ നോക്കും. പാല് അവർ കറന്നെടുക്കും. കച്ചവട ആവശ്യത്തിന് വേണ്ടിയല്ല. കച്ചവട ആവശ്യത്തിനാണെങ്കിൽ പുരുഷന്മാരെന്നെ ഇറക്കും. വീട്ടാവശ്യത്തിന് അത്രേ വേണ്ടി വരുള്ളൂ. അതൊക്കെ നോക്കും. പുറം കാര്യങ്ങൾ ആണുങ്ങൾ നോക്കും. പണം പുറം ആളുകളിൽ നിന്നാണ് വീട്ടിന് ആവശ്യമായ പണം കിട്ടുക. തൊഴിൽ അങ്ങോട്ട് കൊടുത്താൽ പണം കിട്ടും. അതിന് തൊഴിൽ പുറത്തേക്ക് കൊടുക്കലാരാ? പുരുഷൻ. അപ്പോൾ പണം പുരുഷൻ്റെ കയ്യിൽ വരും. പുരുഷൻ വീട്ടിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ പെണ്ണിനെ ഏൽപ്പിക്കും. അങ്ങനെ സുഗമമായപ്പോൾ എന്തായി? ഒരു ഒതുക്കം വന്നു. പിന്നെ അപൂർവമായ ചില കുറ്റകൃത്യങ്ങൾ അന്നുണ്ടാവും, ഇന്നുണ്ടാവും. അതായത് പുരുഷൻ പുറത്ത് പണിക്ക് പോകുന്ന പുരുഷൻ പണി ചെയ്താൽ വീട്ടിൽ പൈസ കൊടുക്കാതിരിക്കുക. അതൊക്കെ 100-ൽ 98 ഇപ്പുറത്താണെങ്കിൽ 2% ഉണ്ടാവും. അത് ഏത് കാലത്തുണ്ടാവും. പണിക്ക് പോകാത്തവരുണ്ടാവും, പോയാൽ പൈസ വരെ കൊടുക്കാത്തവരുണ്ടാവും. അതൊക്കെ ചെറിയ ശതമാനം ഏത് കാലത്തുണ്ടാവും, എവിടെയുണ്ട്. അവറേജ് അങ്ങനെ പോകും. 1-2 വ്യാവസായിക വിപ്ലവം നടന്നപ്പോൾ എന്തു വന്നു? മാർക്കറ്റിൽ സാധനങ്ങൾ കിട്ടിക്കിടന്നു. അപ്പോൾ പുരുഷന്മാർ 4% യുദ്ധത്തിന് പോയി. യുദ്ധത്തോട് ബന്ധപ്പെട്ടതും. ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ആ യുദ്ധത്തോട് ബന്ധപ്പെട്ട 100 കണക്കിന് കാര്യങ്ങളുണ്ടാവും. അതിലൊക്കെ പുരുഷന്മാർ നിയോഗിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും പിന്നെ അവർക്ക് രാഷ്ട്രം കൊടുക്കുന്ന
ഒരു ശമ്പളമേ ഉള്ളൂ. ചിലപ്പോൾ ആ ശമ്പളം കൃത്യമായി ലഭിക്കൂല. എന്തുകൊണ്ട്? രാഷ്ട്രത്തിന് എന്താണ്? യുദ്ധമാണ്. യുദ്ധമാകുമ്പോൾ സ്വാഭാവികം കൃത്യമായ ശമ്പളം കിട്ടൂല. പിന്നെ ഇവിടെ രാജ്യത്തെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരുപാട് തൊഴിലുകളുണ്ടാവും. ആ തൊഴിലിന് ആള് ഹാജരുണ്ടാവില്ല. കാരണം ഈ പുരുഷന്മാരെല്ലാം എങ്ങോട്ട് പോയി? യുദ്ധവുമായി ബന്ധപ്പെട്ടതിലേക്കും പോയി. അപ്പോൾ സ്വാഭാവികമായും ഫാക്ടറികൾ പെണ്ണുങ്ങൾ വന്നു. ലോക ചരിത്രത്തിൽ ഫാക്ടറികൾ സ്ത്രീകൾ വരുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. ഇന്നിപ്പോൾ സ്ത്രീകൾ ഫാക്ടറിയില്ല. സ്ത്രീകൾ ഫാക്ടറിയിൽ വരേണ്ടി വന്നു, വരാൻ നിർബന്ധിതരായി. സ്ത്രീകൾ എല്ലാ ജോലികളിലും മരം വെട്ടുന്ന ജോലി 20-ാം നൂറ്റാണ്ടിൽ മരം വെട്ടുന്ന ജോലി ലോകരാജ്യങ്ങളിലൊക്കെ ഏറ്റവും വലിയ ജോലിയാണ് മരം വെട്ട മീൻ പിടിക്കുക. സ്ത്രീകൾ തുടങ്ങിയത് 20-ാം നൂറ്റാണ്ടിലാണ്. മീൻ പിടിക്കുക, കടലിൽ പോയി മീൻ പിടിക്കുക പെണ്ണുങ്ങൾ. എന്തുകൊണ്ട്? പുരുഷന്മാരില്ല. മരം വെട്ടുക, തടി അങ്ങോട്ടും ലോഡ് ചെയ്യുക. ഫയർഫോഴ്സിൻ്റെ വർക്ക്. ഒരാൾ കിണറ്റിൽ വീണാൽ എടുക്കുക, ഒരു വീട് കത്തുകയാണെങ്കിൽ അവിടെ പിന്നെ ഫയർഫോഴ്സിന് ജോലി ചെയ്യുക. ആര്? സ്ത്രീകൾ. പിന്നെ ഫാക്ടറികളിൽ മുഴുവൻ തൊഴിലെടുക്കുക സ്ത്രീകൾ. എന്തുകൊണ്ട്? പുരുഷന്മാരുടെ അപര്യാപ്തത. അങ്ങനെ വന്നപ്പോൾ ഈ തൊഴിൽ മുഴുവൻ സ്ത്രീകളിലേക്ക് വന്നു. സ്ത്രീകൾ വന്നപ്പോൾ വേറെ പ്രശ്നം. എന്താ പ്രശ്നം? പൈസ സ്ത്രീകളുടെ കയ്യിൽ വന്നു. പൈസ സ്ത്രീകളുടെ കയ്യിൽ വന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായത്? ഒന്ന്, വ്യാവസായിക വിപ്ലവത്തിന് പരിഹാരം ഉണ്ടായി. പെണ്ണുങ്ങളെ കയ്യിൽ പണം വന്നാൽ എന്തുണ്ടാവുക? വിൽക്കൽ വാങ്ങൽ മാർക്കറ്റിൽ തകൃതിയെ നടക്കും. അതായിരുന്നു അവർ ലക്ഷ്യം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങളെ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല, നിങ്ങൾക്ക് പൈസ ഉണ്ടാവും. എങ്കിൽ ഒരു വിരുന്നുകാർ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഭാര്യയ്ക്ക് പൈസ ഇല്ല, ഭർത്താവായ നിങ്ങൾക്ക് പൈസ ഉണ്ട്. എങ്കിൽ ഒരു വിരുന്നുകാർ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എന്താണ് അത് ചെയ്യുക? ഭാര്യ അവരുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾ ഭർത്താവായ നിങ്ങളെ കയ്യിലേ പൈസ ഉള്ളൂ, നിങ്ങളാണ് പൈസൻ്റെ ആൾ, നിങ്ങൾ ആവശ്യത്തിനൊക്കെ ചിലവാക്കും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീകൾ എന്താ ചെയ്യുക? വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ട്, എന്താ ചെയ്യുക? അവർ വേഗം എന്ത് ചെയ്യും? അധ്വാനിച്ച് ആ വിരുന്നുകാർക്ക് അനുസരിച്ചുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി വിരുന്നുകാർ സൽക്കരിക്കും. നല്ലൊരു സമയം അതിന് വേണ്ടി ചിലവഴിക്കും. വിരുന്നുകാർക്ക് വേണ്ടി ചായം കടിയും വേണ്ട അങ്ങനെ കൊടുക്കും, ചോറാണെങ്കിൽ അങ്ങനെ കൊടുക്കും. അതിന് ആ ദിവസം അവന് വേണ്ടി ചിലവഴിക്കും. അങ്ങനെയാണ്. ശരി, അവരെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലോ ഒരിക്കലും അടുക്കളയ്ക്ക് പോകില്ല. പാർസൽ ഓർഡർ ചെയ്യും. പാർസൽ ഓർഡർ ചെയ്യും. അടുക്കളയ്ക്ക് പോവുകയില്ല. ന്യായങ്ങൾ പറയും. എന്ത്? വിരുന്നുകാരോടൊന്ന് വർത്താനം പറയണമെങ്കിൽ നമുക്ക് നേരം കിട്ടൂല. അപ്പം അതിന് ഇവിടെ കാലം മുതലേ വിരുന്നരുണ്ടല്ലോ, പാർസലില്ലല്ലോ. പാർസൽ ഇപ്പോഴല്ലേ തുടങ്ങിയത്. അപ്പം മാർക്കറ്റ് പൊടിക്കണമെങ്കിൽ ആരെ കയ്യിൽ പണം വേണം? സ്ത്രീകളിൽ പണം വേണം. പുരുഷൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവനെ ഒരുമിച്ച് കൂട്ടി വെക്കും, ഒരു കൂട്ടി വെക്കും. അല്ലെങ്കിൽ അവന് അവൻ്റേതായ താല്പര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സുരക്ഷത്തിന് വേണ്ടി പണം സ്വരൂപിച്ച് വെക്കും. അല്ലെങ്കിൽ കുറച്ച് പൈസ കൂട്ടിയിട്ട് ഒരു ഭൂമി വാങ്ങും. ഇതൊന്നും പെണ്ണുങ്ങളെ പൊതുവായ താല്പര്യങ്ങളല്ല. പെണ്ണുങ്ങൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ശമ്പളം വാങ്ങി വരുന്ന ദിവസം വീട്ടിലെത്തുമ്പോഴത്തിന് ഒരു എന്താ പറയുക, ഒരു നാക്കാലിപ്പരക്കം വാങ്ങും, 2 പ്ലേറ്റ് വാങ്ങും, 4 ചരണ്ടി വാങ്ങും. അത് കാണാം. ഇങ്ങനെ വന്ന് പിന്നെ പരിയിലെത്തുമ്പോഴത്തേന് പറയും ഇനി പാകൻ്റെ കയ്യിൽ 200 രൂപ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞ് അരി വാങ്ങും, കൂട്ടാൻ വാങ്ങും, എല്ലാ സാധനങ്ങളും. ആണിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സാധനം വാങ്ങൂല, വാങ്ങാൻ സമ്മതിക്കൂല. അവന് ആ പൈസ കാണലാണ് ഇഷ്ടം. 5000 രൂപ ശമ്പളം വാങ്ങി വരുമ്പോൾ ഒരു 100, 200, 250 രൂപ ചിലവായിട്ടുണ്ടെങ്കിലും ബാക്കി പൈസ വരി കൊണ്ട് നോക്കും. വ്യാവസായിക വിപ്ലവം നടന്നപ്പോൾ ഉൽപ്പന്നങ്ങൾ അധികരിച്ചു. ഇന്ന് നമ്മുടെ ഒരു 1000 വീടുകളിലുള്ള സാധനങ്ങൾ എടുത്താൽ, ഇന്നിപ്പോൾ നമ്മൾ 1000 വീടുകൾ, ഇപ്പോൾ 1000 വീടുകളിൽ നമ്മൾ നിത്യോപയോഗത്തിന് വേണ്ടി വെച്ച സാധനങ്ങൾ എടുത്താൽ ഒരു 50 കൊല്ലം മുമ്പ് കോഴിക്കോട് ജില്ലയിൽ മൊത്തം അത്തരം സാധനങ്ങളില്ല. ഒരു 1000 വീട് പറഞ്ഞാൽ ഒരു മഹലിലുണ്ടാവില്ല. ഒരു മഹലിലുള്ള വീടുകളിലുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ അത്ര 50 കൊല്ലം മുമ്പ് കോഴിക്കോട് ജില്ലയിലില്ല. ഇന്നൊരു താലൂക്ക്, ഒരു കൊടുവള്ളി താലൂക്ക് അല്ലെങ്കിൽ മുക്കം താലൂക്ക, കോഴിക്കോട് താലൂക്ക്,
കോഴിക്കോട് താലൂക്കിൽ ഇന്ന് മനുഷ്യർ നിത്യോപയോഗത്തിന് വേണ്ടി വീടുകളിൽ വാങ്ങിക്കൂട്ടിയ അത്തരം സാധനങ്ങൾ ഒരു കാലത്ത് കേരളത്തിലില്ല. 50 കൊല്ലം മുമ്പ് പരിശോധിച്ച കേരളത്തിൽ മൊത്തം അത്ര സാധനമില്ല. എന്തുകൊണ്ട്? ആണുങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നേ ഉള്ളൂ, പെണ്ണുങ്ങൾ പുറത്തില്ല, പെണ്ണുങ്ങളതിൽ പൈസ ഇല്ല. അതുകൊണ്ട് ഈ സാധനങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന കമ്പനികൾ നോക്ക് കുത്തിയായിരിക്കും, സാധനം മാർക്കറ്റിങ്ങിൽ പോകില്ല. പെണ്ണുങ്ങളെ കരുതി കൂട്ടി പുറത്തേക്ക് കൊണ്ടുവന്ന അതിൻ്റെ അതായിരുന്നു 1-2 ആയുധങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ചതിയാണൊക്കെ. അതിനുവേണ്ടി അവർ 11 കോടി ജനങ്ങളെ കൊന്നു. ലോകത്ത് തിന്മക്കെതിരാടിയപ്പോൾ ജീവിതത്തിൻ്റെ 23 വർഷത്തിനുള്ളിൽ 400 ആളുകളെ താഴെയാണ് മുഹമ്മദ് മുസ്തഫാൻ്റെ കാലത്ത് 2 പക്ഷത്തും കൂടി കൊല ചെയ്യപ്പെട്ടത്. 400 താഴെ ആളുകൾ. എന്നിട്ടും ഇവർ പറയാ മനുഷ്യന്മാരെ കൊന്ന യുദ്ധകുതിരനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരെത്ര ആളെ കൊന്നത്? പുന്നപ്ര സമരത്തിൽ മാത്രം കൊന്നത് 2000 ആളുകളെ. പുന്നപ്ര സമരത്തിൽ മാത്രം കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടത്, ഭരണകൂടത്താൽ കൊല ചെയ്യപ്പെട്ടത് 2000 ആളുകളെ. പുന്നപ്ര സമരം അറിയാലോ, കാർഷിക സമരം. ഈ കാർഷിക സമരം അമർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിൽ പുന്നപ്ര സമരത്തിൽ മാത്രം കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടത് 2000 ആളുകളെയാണ്. ഇത് ലോകത്ത് മുഴുവനും നീതി നടപ്പിലാക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ 23 കൊല്ലത്തിനിടയിൽ നിർബന്ധപൂർവ്വമുണ്ടായ അങ്ങനെ അവിചാരിതമായ സാഹചര്യത്തിൽ ഒഴിവാക്കിയിട്ടും ഒഴിവാക്കാത്ത വിധത്തിലുണ്ടായ യുദ്ധങ്ങളിലാകെ 23 കൊല്ലം കൊണ്ട് കൊല ചെയ്യപ്പെട്ടത് 400 താഴെ ആളുകളാണ്. എന്നാൽ അക്കാലത്ത് അങ്ങനെ ആളുകളെ കൊല്ലുന്ന പതിവില്ലാത്തത് കൊണ്ടാണോ? അതുമല്ല. അതിന് തൊട്ടപ്പുറത്ത് 700 കൊല്ലം മുമ്പ് അലക്സാണ്ടർ മാത്രം കൊടുത്തു കൊല്ലത് കോടിക്കണക്കിന് ആളുകളെയാണ്. എന്നിട്ടും അലക്സാണ്ടർ ഗേറ്റാ, അലക്സാണ്ടർ ഏറ്റവും മഹാന, ഇത് യുദ്ധകുതിരമാണ്. എന്താ അവസ്ഥ? കോടിക്കണക്കായ മനുഷ്യരെ കൊലപ്പെടുത്തിയ ആളാണ് 17-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 32 അല്ലെങ്കിൽ 33-ാമത്തെ വയസ്സിൽ 56 BC 356 ജനിച്ച് BC 323 അലക്സാണ്ടർ മരണം. അപ്പോൾ 33-ാമത്തെ വയസ്സിൽ മരിക്കുന്ന അലക്സാണ്ടർ കോടിക്കണക്കായ ജനങ്ങളെ കൊന്നു. ലക്ഷക്കണക്കായ ജനങ്ങളെ കൊണ്ട്, കോടിക്കണക്കെന്ന് പറയാം, അത്ര ജനങ്ങളെ കൊണ്ട്. അത് കണക്കിപ്പോഴും പൂർത്തിയല്ല എന്നർത്ഥം. ഏറ്റവും ചുരുങ്ങിയത് കൂട്ടിയാൽ ലക്ഷക്കണക്കായ ജനങ്ങളെ കൊണ്ട്. എന്നിട്ട് എന്തേ ലോകത്തുണ്ടായത്? ഒരു നന്മ ഉണ്ടായില്ല. എല്ലാം നന്മ മുഴുവൻ നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. ഇത് 23 കൊല്ലത്തിനുള്ളിൽ. അതാണ് ഹബീബ റസൂലുള്ളാഹിന്റെ ഖുലുഖ്. കൊല്ലുന്നിടത്ത് കൊല്ലാതിരിക്കും. ഉപദ്രവിക്കുന്ന ഒരാളെ നിർബന്ധിച്ച സാഹചര്യത്തിൽ അയാളോട് യുദ്ധം ചെയ്യണമെങ്കിൽ തന്നെ പരമാവധി ഒഴിവാക്കും. കൊലപാതകത്തിൻ്റെ ആധിക്യത്തിലും മാനസാന്തരം വന്ന് കൈവന്ന അധികാരം ഒഴിവാക്കിയിട്ട് കൈലാസം തേടിപ്പോയ പഞ്ചപാണ്ഡവന്മാരുടെ കഥയാണ് സത്യത്തിൽ ഗീത പറയുന്നത്. മൃതദേഹങ്ങൾ അവരുടെ മനസ്സിൻ്റെ എല്ലാ സുഖവും സമാധാനവും നഷ്ടപ്പെടുത്തി എന്നാണ് ഗീത. അങ്ങനെ പഞ്ചപാണ്ഡവന്മാർ കൈലാസം തേടിപ്പോയി. എന്താ കാരണം? കൊലപാതകങ്ങൾ. കുരുക്ഷേത്ര യുദ്ധത്തിൽ നടന്ന കൊലപാതകത്തിൽ മാനസാന്തരം വന്ന് അവർ കൈലാസം തേടിപ്പോയി. ഒന്നും വേണ്ട. അങ്ങനെയാണ് ഇത് 23 കൊല്ലത്തിനുള്ളിൽ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു എൻ്റെ അതോടത്തെ സ്വഭാവമാണ്. ജമീലുൻ ഖുലുഖുഹു, അവിടുത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏറെ അഴകാർന്നതാണ്. ജമീലുൻ ഖുലുഖുഹു ദിക്റു റബ്ബിഹി, അതാണ് റബ്ബിൻ്റെ ദിക്ർ. അപ്പോൾ നിങ്ങൾ നോക്ക്, ജമീലുൻ ഖുലുഖുഹു ദിക്റു റബ്ബിഹി ബശീറുൻ നദീറുൻ റബ്ബു സിദ്ഖിൻ മുസദ്ദഖി. അപ്പോൾ ജലീലുൻ ഏറെ വളർന്നമ്മയുള്ള ആളാണ്. ജമീലുൻ ഖുലുഖുഹു, അവിടുത്തെ സ്വഭാവം ഏറെ അഴകാർന്നതുമാണ്. എന്നാണ് ദിക്റു റബ്ബിഹി, റബ്ബിൻ്റെ ദിക്ർ. ഏതാ മനസ്സിലായി? റബ്ബ് പറഞ്ഞല്ലോ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന്. വേറെ അർത്ഥം, ജലീലുൻ ജമീലുൻ ഖുലുഖുഹു ദിക്റു റബ്ബിഹി
ബശീറുൻ നദീറുൻ റബ്ബു സുദ്ഖിൻ മുസദ്ദഖി. ജലീലുൻ ഏറെ വളർന്ന ആളാണ്, ജമീലുൻ ഖുലുഖുഹു അവിടുത്തെ സ്വഭാവം ഏറെ അഴകാർന്നതുമാണ്. ദിക്റു റബ്ബിഹി ബശീറുൻ നദീറുൻ അവിടുത്തെ റബ്ബിന്റെ ദിക്ർ തന്നെ അവിടുന്ന് ബഷീറും നദീറുമാണ് എന്നാണ്. അങ്ങനെ വെക്കാം. ദിക്ർ റബ്ബി ഇങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ദിക്ർ റബ്ബി അങ്ങോട്ട് കൊടുക്കുക. റബ്ബ് അവരെ പറ്റി പറഞ്ഞതെല്ലാം ബഷീറും സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന ആളാണ്, നദീറും മുന്നറിയിപ്പായി വന്ന ആളാണ് എന്നാണ്. അപ്പോൾ ഒന്നും കൂടി അർത്ഥം നോക്കി. 2-3 കോലത്തിൽ ഞാൻ അർത്ഥം വെച്ചു. ജലീലുൻ ഏറെ വളർന്ന ആളാണ്, ജമീലുൻ ഏറെ സുന്ദരനാണ്. ഖുലുഖുഹു അവിടുത്തെ സ്വഭാവം ദിക്റു റബ്ബിഹി റബ്ബിന്റെ ദിക്റിലുണ്ട്, റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ബഷീറുൻ സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന ആളാണ്, നദീറുൻ മുന്നറിയിപ്പുകാരനുമാണ്. റബ്ബു സുദ്ഖിൻ സത്യത്തിന്റെ അധിപതിയാണ്, മുസദ്ദഖൻ എവിടെയും വാസ്തവമാക്കപ്പെട്ട ആളാണ്. അവിടുന്ന് പറഞ്ഞ ലോകം ഇന്ന് വരെ മനുഷ്യരാശി ഇന്ന് വരെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സത്യം അംഗീകരിച്ചതുപോലെ ഒരാളുടെ സത്യവും അംഗീകരിച്ചിട്ടില്ല. മുസദ്ദഖ് സത്യത്തെ വാസ്തവമാക്കപ്പെട്ട ആളാണ്. നബി പറഞ്ഞ ലോകം വാസ്തവമാണെന്ന് വിചാരിച്ചു, ആണൻ ആണ് താങ്ങും. ലോക ചരിത്രത്തിൽ ഒരാളുടെ വാക്ക് ലോകം സത്യമാക്കിയതിൽ ഏറ്റവും സത്യമാക്കിയ ആ വ്യക്തി മുഹമ്മദ് മുസ്തഫ. ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം ജലീലുൻ ഏറെ വളർന്ന ആളാണ്, ജമീലുൻ ഖുലുഖുഹു അവിടുത്തെ സ്വഭാവം ഏറെ അഴകാർന്നതാണ്. ദിക്റു റബ്ബിഹി അതാണ് റബ്ബിന്റെ ദിക്ർ, അവിടുത്തെ സ്വഭാവം ഏറെ അഴകാർന്നതാണ് എന്നാണ് റബ്ബിന്റെ ദിക്ർ. ബഷീറുൻ നദീറുൻ അങ്ങനെ പോവും. ഇനി മൂന്നാമത്തെ അർത്ഥം, ജലീലുൻ ഏറെ വളർന്ന ആളാണ്, ജമീലുൻ ഖുലുഖുഹു അഴകാർന്ന സ്വഭാവമുള്ള ആളുമാണ്. ദിക്റു റബ്ബിഹി ബഷീറുൻ അവിടുത്തെ റബ്ബിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ ബഷീറുൻ അവിടുന്ന് ബഷീറാണ് എന്നാണ്, നദീറുമാണ് എന്നാണ്. അതായത് ഖുർആനിൽ അല്ലാഹു തആല അടിക്കടി നബിയെ പറ്റി പറഞ്ഞതാണ്. എന്ത്? നബി ബഷീറുമാണ് നദീറുമാണ്. ബഷീറുൻ നദീറുൻ ദിക്റു റബ്ബി അവിടുത്തെ റബ്ബിന്റെ ദിക്ർ തന്നെ ബഷീറുൻ നദീറുൻ അവിടുത്തെ കുറിച്ച് ബഷീറുൻ നദീറും എന്നാണ്. ഏറെ സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദിക്റു റബ്ബിഹി റബ്ബിന്റെ ദിക്ർ ബഷീറുൻ ഹബീബായ നബി ബഷീറാണെന്നാണ്. വല്ലാത്ത ബഷീറ, സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന ആളാണ്. ബഷീറാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബഷീറൻ വനദീറ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. അൽ ബഖറ. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബഷീറൻ വനദീറ ബഷീറും നദീറുമായിട്ടാണ് അങ്ങയെ അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. ഇന്നാ തീർച്ചയായും നാം അർസൽനാക ബിൽ ഹഖ് കൊണ്ട് ബഷീറും വനദീറാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമാണ് മുഹമ്മദ് മുസ്തഫ. അൽ ബഖറ 119 കഴിഞ്ഞില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീറും നദീറുമാണ്. അൽ ബഖറ 119 കഴിഞ്ഞോ? ഇല്ല. يا أهل الكتاب قد جاءكم رسولنا يبين لكم على فترة من الرسل أن تقولوا ما جاءنا من بشير ولا نذير. മാഇദ 19. നേരത്തെ അൽ ബഖറ 119, മാഇദ 19. പിന്നെയും പറഞ്ഞു എന്ത്? അൻ തഖൂലു മാ ജാഅനാ മിൻ ബശീരിൻ വനദീരിൻ. നിങ്ങൾക്കിത് ഒരു റസൂലിനെ തന്നിരിക്കുന്നു. എന്തിന്? അൻ തഖൂലു മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീരിൻ. ഞങ്ങൾക്കൊരു ബഷീറും നദീറും വന്നിട്ടില്ല എന്ന് നാളെ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി ഒരു ബഷീറിനെയും നദീറിനെയും നിങ്ങൾക്കിതാ തന്നിരിക്കുന്നു. അൽ മാഇദ 19 കഴിഞ്ഞില്ല. അൽ അറാഫ് 118 വീണ്ടും ബഷീർ നദീർ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഏറ്റവും റസൂൽ അല്ലാഹു തആല പറഞ്ഞതാണ് എന്ത്? ബഷീറാണ് നദീറാണ്, ബഷീറാണ് നദീറാണ് എന്ന് 188 മുസ്തഫ നബിയെ പറ്റി തന്നെ പറയുന്നേ. ഇത് മുഴുവനും ഖുർആൻ മുഴുവൻ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞതാണ് ബഷീർ. നോക്കൂ നിങ്ങൾ, ഖുൽ ലാ അംലികു നഫ്സി നഫ്അൻ വലാ ദർറാ
إلا ما شاء الله ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء إن أنا إلا نذير وبشير لقوم يؤمنون إن أنا إلا نذير وبشير ഞാനൊരു മുന്നറിയിപ്പുകാരനും ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമല്ലാതെ മറ്റൊന്നുമല്ല. إن أنا إلا نذير وبشير لقوم يؤمنون